ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളത് എന്താ നോക്കാം. ഓക്കെ, ബിസിനസ് എൻവയോൺമെന്റ് combine internal and external factor influencing the company's operating system. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഇന്റേണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. അത് എന്ത് ചെയ്യുന്നു? ദാറ്റ്സ് ഇൻഫ്ലുവൻസിങ് ദ കമ്പനീസ് ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻസ്. അതായത് ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റിനെ ഓപ്പറേഷൻ സിറ്റുവേഷൻസിനെ അത് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് അത് എന്ത് ചെയ്യുന്നു, ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ബിസിനസ് എൻവയോൺമെന്റ് പ്ലേ എ കീ റോൾ ഇൻ ഷേപ്പിംഗ് ദ ബിസിനസ് ഡിസിഷൻ ആൻഡ് സ്ട്രാറ്റജി ഓഫ് എ ഫേം. അതായത് ഒരു ബിസിനസിന്റെ ഡിസിഷനും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും ഒക്കെ മികച്ചതാവാൻ, നല്ല രീതിയിലുള്ള ഡിസിഷനും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും ആവാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ ആരത്തുണ്ട്, ബിസിനസ് എൻവയോൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ട്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ നല്ല ഡിസിഷനും അതുപോലെ തന്നെ നല്ല സ്ട്രാറ്റജിയും ആവുന്നതിന് വേണ്ടി ഒരു കീ റോൾ ഇവിടെ ആര് വഹിക്കുന്നുണ്ട്? ഇവിടെ ബിസിനസ് എൻവയോൺമെന്റ് വഹിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അത് ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ ബിസിനസ് എൻവയോൺമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിസിനസ് എൻവയോൺമെന്റിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത് പറയുന്നത് ഡൈനാമിക് ഇൻ നാച്ചർ എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് എ ഡൈനാമിക് നാച്ചർ ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ ചേഞ്ച് ആണ്. ഓക്കെ, ഇറ്റ്സ് കൺസിസ്റ്റന്റ്ലി ചേഞ്ച് ഡ്യൂ ടു എക്കണോമിക്, ടെക്നോളജി ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, എക്കണോമിക്കൽ ആയിട്ടുള്ളതും ടെക്നോളജിക്കൽ ആയിട്ടുള്ളതും സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുണ്ട്? ബിസിനസ് എൻവയോൺമെന്റിനുണ്ട്. ഇതിലുണ്ടാവുന്ന ചേഞ്ചസ്, ഓക്കെ, ബിസിനസിന്റെ ഓരോ എൻവയോൺമെന്റിലും എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും. ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. ഇതെന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടെ അല്ലെങ്കിൽ ഒരു സമയബന്ധിതമായിട്ട് എന്തുണ്ടാവുന്നു? ചേഞ്ചസ് ഉണ്ടാവുന്നു. അതാണ് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ഇസ് എ ഡൈനാമിക് ഇൻ നാച്ചർ. അതായത് എന്താണ്? ബിസിനസ് എൻവയോൺമെന്റ് ചേഞ്ചബിൾ ആണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ആണ്. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കീർണത, കുറച്ച് കഠിനമേറിയതാണ്. ഓക്കെ, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് എ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റർ കണക്റ്റഡ് ഫാക്ടേഴ്സ് ദാറ്റ്സ് ഇമ്പാക്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. ഒന്നിലധികം ഫാക്ടേഴ്സ് ഇന്റർ കണക്റ്റഡ് ആണ് എന്തിൽ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് ബിസിനസ് ഓപ്പറേഷൻസിലെ ഒന്നിലധികം ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒന്നിലധികം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തുവാണ്? ഇതൊരു കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്ത്? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റർ കണക്റ്റഡ് ഫാക്ടേഴ്സ്. ഒന്നിലധികം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എവിടെയുണ്ട്? ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്നത്. ഇത് മൂന്നാമത് പറയുന്നത് അൺസർട്ടനിറ്റി ആണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. ബിസിനസിന്റെ എൻവയോൺമെന്റിൽ ഭാവിയിൽ, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് എന്ത് പറയുന്നത്? അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അൺസർട്ടനിറ്റി. മീൻസ് അൺപ്രഡിക്റ്റബിൾ ഇൻ ദ ഫ്യൂച്ചർ കണ്ടീഷൻ. ഫ്യൂച്ചർ കണ്ടീഷൻ ഈസ് ആർ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് ഇസ് റിക്വയറിംഗ്
ബിസിനസ് ടു അഡാപ്റ്റബിൾ. പക്ഷെ എന്താണ് ഇതിനുണ്ടാവുന്ന അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പക്ഷെ എന്താണ് ബിസിനസ് അഡാപ്റ്റ് ചെയ്തിരിക്കണം, അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ബിസിനസ് എൻവയോൺമെന്റിന്റെ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ എന്താണ്, ഡിപ്പെൻഡഡ് ആണ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒന്നിലധികം ഫാക്ടേഴ്സ് എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ദ ഡിഫറൻസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. എന്താണ് ഡിഫറൻസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ഈച്ച് അതേഴ്സ് ആണ്. ഒന്നിലധികം ബിസിനസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോ ബിസിനസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതിനകത്തുണ്ടാവുന്ന ചേഞ്ചസ്, അതിനകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ മറ്റൊരു ബിസിനസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലും ചേഞ്ചസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ലീഗലായിട്ടുണ്ടാവുന്ന ഒരു ചേഞ്ചസ്, ലീഗലായിട്ടുണ്ടാവുന്ന ഒരു ചേഞ്ചസ് അതെന്ത് ചെയ്യുന്നു, എക്കണോമിക്കലായിട്ടുള്ള കാര്യത്തിലും കൂടി എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് മറ്റൊരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ എന്തുണ്ടോ, ചേഞ്ച് കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ ഫിഫ്ത് വൺ എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആണ്. ബിസിനസ് എൻവയോൺമെന്റിന് എന്തുണ്ട്, ഒന്നിലധികം ഡയമെൻഷൻസ് ഉണ്ട്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഇന്റേണലും ആൻഡ് എക്സ്റ്റേണലും ആണ്. ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തിനുണ്ട്, ബിസിനസ് എൻവയോൺമെന്റിനുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസിന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ പുറത്തുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് എക്സാമ്പിൾ പറയാവുന്ന ഒന്നാണ് എംപ്ലോയീസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ്. രണ്ടും എന്താണ്, ബിസിനസിന്റെ ഉള്ളിലുള്ള തന്നെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് പറഞ്ഞു, ബിസിനസിന് പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. അത് നമ്മൾ കൂടെ എക്സാമ്പിൾ പറഞ്ഞു, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇത് ബിസിനസിന്റെ പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതും ബിസിനസിന്റെ എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്ത്, മൾട്ടി ഡയമെൻഷണൽ. ഒന്നിലധികം ഡയമെൻഷൻസ് എന്തിനുണ്ട്, ബിസിനസ്സിനുണ്ട്. അത് ഏതൊക്കെയാണ്, ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ is opportunity and threats. It presents both growth opportunities and challenges for business. അതായത് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ്, അതിനകത്തുണ്ടാവുന്ന ചേഞ്ചസ്, അതിനകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ, ബിസിനസ്സിന് എന്ത് പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ചലഞ്ചസും എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നുണ്ട്. അതായത് ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം ബിസിനസ്സിന് എന്തുണ്ടാവുന്നു, ഗ്രോത്ത് ഉണ്ടാവുന്നു. എന്നാൽ ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ത് ചെയ്യുന്നു, ബിസിനസ്സിന് ചലഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, ചിലപ്പോൾ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അതാണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ എന്താണ്, ബിസിനസ്സിന് ചലഞ്ചസും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് വൺ, ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. ബിസിനസ് എൻവയോൺമെന്റിന് എന്ത് ചെയ്യുന്നു, ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ബിസിനസിന്റെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് എന്തുണ്ട്, ചേഞ്ചസ് സംഭവിക്കും. അത് ലോ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ട്രെൻഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, ബിസിനസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ആർ എഫക്റ്റഡ് ബൈ ബോത്ത് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ ട്രെൻഡ്സ്. ഓക്കെ, ഇന്റർനാഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ്, ലോക്കൽ ആയിട്ടുള്ള ട്രെൻഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ബിസിനസ് എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് സ്വാഭാവികമായിട്ട് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ബിസിനസ്സിനെയും എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എയ്ത്ത് വൺ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ലോ, അതുപോലെ തന്നെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസി, ഇതെല്ലാം എന്താണ്, ബിസിനസ് എൻവയോൺമെന്റിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ബിസിനസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നു. ഓരോ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓരോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടേതായ ഐഡിയോളജിക്ക് അനുസരിച്ചായിരിക്കും അവർ എന്ത് ചെയ്യുക, ലോസും അതുപോലെ തന്നെ പോളിസിയും ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഉണ്ടാക്കുന്ന ഓരോ ഗവൺമെന്റുകളുടെ പോളിസിയും ലോസും ഒക്കെ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ടാവും, ഐഡിയോളജി ഉണ്ടാവും, ആശയങ്ങളുണ്ടാവും. അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, ആ ലോസും പോളിസിയും ഒക്കെ മാറ്റും. അപ്പൊ അതും വീണ്ടും വീണ്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ലോസും പോളിസിയും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനെ എഫക്റ്റ്
ചെയ്യുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കോമ്പറ്റേറ്റീവ് നേച്ചർ ബിസിനസ് എൻവയോൺമെന്റിൽ മറ്റൊരു ഫാക്ടറാണ്, ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടേഴ്സ് ആണ് എന്ത്? കോമ്പറ്റീറ്റേഴ്സ്. ബിസിനസ് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഓരോ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അതിൽ നിന്ന് സർവൈവ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു characteristics ആണ്. ബിസിനസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ടു സർവൈവ് ഇൻ ദ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു? ബിസിനസ് കണ്ടിന്യൂ ആയി ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? സർവൈവ് ചെയ്യുകയും ചെയ്യുന്നത് ബിസിനസ് എൻവയോൺമെന്റിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ കസ്റ്റമർ ഓറിയന്റഡ് ആണ്. ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്? അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ആണ്. കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ബിസിനസിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റേണ്ടി വരും. ബിസിനസിന്റെ എൻവയോൺമെന്റിൽ എന്തുണ്ടാവുന്നു? ചേഞ്ചസ് സംഭവിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ ഓരോ കാര്യങ്ങൾ പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ച് ബിസിനസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നു? ചില ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയി പറയുന്നത് ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആ ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ 10 ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.